സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 20 മണ്ഡലങ്ങളിലായി 24,970 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ഏറ്റവും കൂടുതൽ ബൂത്തുകൾ മലപ്പുറത്ത്, കുറവ് വയനാട്ടിൽ. 3621 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം. ട്രാൻസ്ജെൻഡേഴ്സിനും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക സജ്ജീകരണം. പോളിംഗ് ജോലികൾക്ക് 1,01,140 ഉദ്യോഗസ്ഥർ. ഒളി ക്യാമറ വിവാദത്തിൽ കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അഴിമതി നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. കേസ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശപ്രകാരം. ചാനൽ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിൽ കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടെന്ന MK രാഘവൻ. ദൃശ്യങ്ങൾ കൃത്രിമമല്ലെന്ന് പോലീസ്. CPM-ഉം പോലീസും വേട്ടയാടുന്നുവെന്ന MK രാഘവൻ. കഴിഞ്ഞ 2 മാസമായി നിരന്തരമായി എന്നെ വേട്ടയാടുകയാണ്. ഇതിനൊക്കെ വളരെ കൃത്യമായ മറുപടി കോഴിക്കോട് ജനങ്ങൾ നൽകും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെയാണ് ഇന്ന് ഇറക്കിയിട്ടുള്ള ഒരു പത്രം. അത് ഏതായാലും ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അപവാദ പ്രചരണം ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു പത്രമാണ് ഇറക്കിയിട്ടുള്ളത്. ഏതായാലും ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്നു. CPM-ഉം പോലീസും ഗവൺമെൻറ്റും ഒരുമിച്ച് എൻ്റെ നേരെ നടത്തുന്ന വേട്ടയാടൽ അതിന് കൃത്യമായി കോഴിക്കോട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ മറുപടി പറയും. നമുക്ക് അന്ന് കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നുവെന്ന UDF പരാതി. 1,12,000 ഇരട്ട വോട്ടുകളുണ്ടെന്ന് കാട്ടി UDF തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. ചില ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന കളക്ടർ K. വാസുകി. ക്രമക്കേട് കാട്ടിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. ചെക്ക് ചെയ്തപ്പോൾ അത് മിക്കവാറും ആൾക്കാർ വേറെ ആൾക്കാർ തന്നെയാണ്. സോ ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, വളരെ കുറവാണ്. സോ അതിനു വേണ്ടിയുള്ള എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേഷൻസിൻ്റെ ലിസ്റ്റ് ഞങ്ങൾ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുമോട് അറിഞ്ഞുകൊണ്ടാണ് ഈ രണ്ടാമത് ID കാർഡ് വീണ്ടും കൊടുക്കുന്നത്. ഒരേ പേരിൽ തന്നെ ID കാർഡ് കൊടുക്കുന്നത്. ഇതൊക്കെ കമ്പ്യൂട്ടറിലൂടെ നോക്കിയാൽ അപ്പോൾ അറിയാവുന്ന കാര്യമാണ്, അറിയാൻ വയ്യാത്ത കാര്യമല്ല. പാലക്കാട് ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിലെ സംഘർഷത്തിനു പിന്നിൽ ജാതീയ വിരോധമാണെന്ന ആരോപണം. ജാതീയ വിരോധം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന വെട്ടേറ്റ കോൺഗ്രസ് പ്രവർത്തകർ. കോളനിയിലെ 4 കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റു. 6 CPM പ്രവർത്തകർക്കും പരിക്ക്. ചക്ലിമാർക്ക് എന്തിനാണ്ടാ നിങ്ങൾക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് അറുവാളും കൊടുവാളും എന്തൊക്കെ ഉണ്ടായിരുന്നു. അവർ അടി തള്ളിയതാണ് അവർ. ഇത് പഴയ വൈരാഗ്യമാണ്. അത് നമ്മൾ ഐക്യത്തിനെതിരെ പോരാടിയത് ആ വൈരാഗ്യം നിന്ന് ഇവർ പാർട്ടിനെ വെച്ച് അവർ ചെയ്ത. വോട്ടെടുപ്പിന് ശേഷം വടകരയിൽ നിരോധനാജ്ഞ. നാളെ വൈകിട്ട് 6 മുതൽ മറ്റന്നാൾ രാത്രി 10 വരെയാണ് നിരോധനാജ്ഞ. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് വടകര നഗരസഭ, ഉഞ്ചിയം, നാദാപുരം, പേരാമ്പ്ര, കുന്നുമ്മൽ പഞ്ചായത്തുകളിൽ. വടകര വില്യാപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിനിടെയുണ്ടായ സംഘർഷം CPM ആസൂത്രണം ചെയ്തതെന്ന UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ. സോഷ്യലിസ്റ്റ് വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഭീതി സംഘർഷത്തിനിടയാക്കി. മണ്ഡലത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ UDF ശ്രമമെന്ന LDF. കൊച്ചിയിൽ ബസ് യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ കല്ലട ബസിന്റെ പെർമിറ്റ് റദ്ദാക്കി. നടപടി ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. കേസിൽ 2 പേർ അറസ്റ്റിൽ. അക്രമം നടന്ന ബസ് പോലീസ് പിടിച്ചെടുത്തു. കല്ലട ബസ് സർവീസ് നടത്തിയിരുന്നത് നിയമവിരുദ്ധമായെന്ന വിവരാവകാശ രേഖ. പെർമിറ്റ് വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരം സർവീസുകൾ നടത്തുന്നത് എന്നൊരാരോപണം ഇതിൻ്റെ കൂടെ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഇതിനകം തന്നെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയോടും കമ്മീഷണറോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.